23 ദിവസം നീണ്ട പ്രചാരണത്തിന് നിലമ്പൂരിൽ കൊട്ടിക്കലാശമാവുകയാണ്. ആവേശത്തിൽ മൂന്ന് മുന്നണികളും കൊട്ടിക്കലാശം ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിൽ. ഒപ്പം അവർ വിജയപ്രതീക്ഷയിലുമാണ്. കൊട്ടിക്കലാശത്തിന് ഇല്ലെങ്കിലും PV അൻവർ, തൃണമൂൽ കോൺഗ്രസ് ഇവർ രണ്ടും ആവേശത്തിലും ജയപ്രതീക്ഷയും നിലനിർത്തുന്നു. നിലമ്പൂരിലെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. TG സജിത്ത് നിലമ്പൂരിൽ നിന്ന് ചേരുന്നു. സജിത്ത്, മൂന്നാഴ്ചയിലേറെ നീണ്ട വലിയ പ്രചാരണമായിരുന്നു നിലമ്പൂർ പോര്. അത് ഒരുപക്ഷെ സെമി ഫൈനൽ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. ഇതിന്റെ ആത്യന്തികമായിട്ടുള്ള ഫലം എന്തുമാകട്ടെ, ഇപ്പോൾ കൊട്ടിക്കലാശം അത് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഈ ആര് എഡ്ജ് എടുക്കുന്നു എന്നൊക്കെ ഇപ്പോൾ പറയാൻ കഴിയുമോ? തീർച്ചയായും എല്ലോ, നമ്മൾ കാണുന്ന ഈ ആവേശ കാഴ്ച ഇങ്ങനെ തന്നെയാണ്. നമുക്ക് ക്യാമറയിലൂടെ പ്രേക്ഷകരിലെ അത് എത്തിക്കാൻ കഴിയും. വലിയ ആവേശ കാഴ്ച ഒരുങ്ങിക്കഴിഞ്ഞു. നിലമ്പൂർ കൊട്ടിക്കലാശിക്കുകയാണ്. അതായത് ചുരുങ്ങിയ ദിവസങ്ങളാണ് നിലമ്പൂരിൽ പരസ്യപ്രചരണത്തിന് കിട്ടിയത്. പക്ഷേ ആ ദിവസങ്ങൾ നിലമ്പൂരിന്റെ മുക്കിലും മൂലയിലും എത്തുന്ന രീതിയിലുള്ള വമ്പൻ പ്രചരണമാണ് നടന്നത്. ഇതാ ഇടതു സ്ഥാനാർത്ഥി M സ്വരാജ് കടന്നു വരികയാണ് ഇവിടേക്ക്. ഈ കൊട്ടിക്കലാശം നടക്കുന്ന ഇടത്തേക്ക് ഇടതു സ്ഥാനാർത്ഥി M സ്വരാജ് അദ്ദേഹം കടന്നു വരുന്നു. പ്രധാനപ്പെട്ട ഇടതു നേതാക്കളൊക്കെ അദ്ദേഹത്തിനൊപ്പമുണ്ട്. അങ്ങനെ ഈ നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കാണുന്ന പതിവ് കാഴ്ചയാണ്. അത് സ്ഥാനാർത്ഥി കൂടി എത്തുന്നതോടെ ആവേശം ഇരട്ടിക്കുന്നു. അങ്ങനെ നിലമ്പൂർ ഇത്തവണ ഞങ്ങൾ നിലനിർത്തും, അതായത് പാർട്ടി സ്ഥാനാർത്ഥിയിലൂടെ നിലനിർത്തുമെന്ന വാദം ഉയർത്തിക്കൊണ്ട് അതിശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് പോര് ഇടതു ക്യാമ്പ് നടത്തുന്നു. ഇതേ കാഴ്ചകൾ തന്നെയാണ് തൊട്ടപ്പുറ UDFന്റെ ക്യാമ്പിലുമുള്ളത്. BJP സ്ഥാനാർത്ഥിയും അവിടെ കൊട്ടിക്കലാശത്തിന് കൂടുതൽ പ്രവർത്തകരെ അണിനിരത്തി സജീവമായിട്ടുണ്ട്. അതേസമയം PV അൻവർ വിട്ടുനിൽക്കുന്നു എന്ന സാഹചര്യമുണ്ട്. UDFന്റെ ക്യാമ്പും ഈ തരത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണ്. രാവിലെ പങ്കുവച്ചതുപോലെ 15,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അവരുടെ അവകാശവാദം. ആ തരത്തിലേക്ക് UDFന്റെ പ്രതീക്ഷകൾ വളർന്നാൽ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മറ്റു ചില രാഷ്ട്രീയ സൂചനകൾ കൂടി നൽകുന്നു എന്ന പ്രത്യേകതയുണ്ട്. അത് സ്വാഭാവികമായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം മറ്റു ചില പ്രത്യേകതകൾക്ക് കൂടി ഇടവെക്കുന്നു എന്ന സാഹചര്യങ്ങൾ കൂടി നമുക്ക് കാണണം. അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം 2026-ൽ, അതായത് അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സെമി ഫൈനലായി മാറുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. UDF ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് രാവിലെ മാധ്യമങ്ങളോട് നിലപാട് വിശദീകരിച്ചത്. കാരണം നിലമ്പൂർ ഫലം മൂന്നാമതും പിണറായി സർക്കാർ എന്ന ഇടതുപക്ഷത്തിന്റെ അവകാശവാദത്തിന്റെ അവസാനത്തെ ആണിയടിക്കലാകുമെന്ന UDFന്റെ അവകാശവാദമുണ്ട്. അതേസമയം നിലമ്പൂരിൽ വിജയിച്ചത് സർക്കാരിന്റെ വിലയിരുത്തൽ തന്നെയാണ് എന്ന വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഇടതുപക്ഷം നിലമ്പൂർ വിജയത്തിലെ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. അങ്ങനെ വാദങ്ങളും പ്രതിവാദങ്ങളും നിരവധിയുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഇവിടുത്തെ സ്ഥാനാർത്ഥികളുടെ ജയപരാജയത്തെക്കാൾ ഈ തെരഞ്ഞെടുപ്പ് നയിച്ചവരുടെ ജയപരാജയമായി മാറുന്നു. പ്രത്യേകത കൂടി നിലമ്പൂർ പോരിനുണ്ടാകുന്നു എന്നതാണ് സാഹചര്യം. വലിയ ശബ്ദഘോഷങ്ങളൊക്കെ മുഴക്കിക്കൊണ്ടാണ് പ്രചരണ പരിപാടികൾ നടക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. നിലമ്പൂരിലെ കൊട്ടിക്കലാശം അത് ആവേശോജ്വലമായിട്ടുള്ള ഒരു പര്യവസാനത്തിലേക്ക് എത്തേണ്ട സമയമാവുന്നു. 3 മണി. അല്പസമയത്തിനകം 3 സ്ഥാനാർത്ഥികളും
കൊട്ടിക്കലാശം നടക്കുന്ന ഇടത്തേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. LDF-ന്റെ, UDF-ന്റെ, NDA-യുടെ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ അവിടെ എത്തും. 3 മുന്നണിയിലെ പ്രവർത്തകർ ഇതിനോടകം തന്നെ അവിടെ ആവേശത്തിന്റെ വലിയൊരു പെരുമ്പറ തീർത്തുകയാണ്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ആരവം അത് 10 മടങ്ങ് ഉയരുന്നു. കൊട്ടിക്കലാശത്തോടുകൂടി ഇനി ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങളാണ്. ഈ കൊട്ടിക്കലാശം 6 മണിക്ക് പൂർത്തിയാവുന്നതോടുകൂടി ഇനി ഉദ്വേഗം നിറയും. PV അൻവർ സ്വന്തമാക്കിയ വോട്ടുകൾ എത്രേ, അദ്ദേഹത്തിന്റെ കത്രികപ്പൂട്ട് എങ്ങനെയൊക്കെ സ്വാധീനം ചെലുത്തും മണ്ഡലത്തിൽ, നിരവധി ചോദ്യങ്ങൾ, നിരവധി ഉത്തരങ്ങൾ, ഇതിനൊക്കെ സമയമാണ് ഇനി നിലമ്പൂരിലേത്. മറ്റു മുന്നണികളൊക്കെ പറയുന്നത് പോലെ LDF-ന് അല്ലെങ്കിൽ പിണറായി സർക്കാരിന് ഇത് 3ാം ഊഴത്തിലേക്ക് എത്തുക അസാധ്യമാകും എന്ന് കൃത്യമായി കണക്കാക്കുന്ന തെരഞ്ഞെടുപ്പായി മാറുമെന്നാണ് UDF കഴിഞ്ഞ ദിവസം പറഞ്ഞത്. LDF ആവട്ടെ ഇതൊരു സെമി ഫൈനലാണ്. ഇനി മുന്നിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അത് 3ാം പിണറായി സർക്കാരിന്റെ നാന്ദിയായി നിലമ്പൂരിലെ ജയം വരും എന്ന് ആണയിട്ട് പറയുന്നു. NDA-ക്ക് എത്രത്തോളം വോട്ട് ഉയർത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. PV അൻവർ കത്രിക ചിഹ്നത്തിൽ മത്സരിക്കുന്ന അദ്ദേഹത്തിന്റെ കൊട്ടിക്കലാശത്തിന്റെ പ്രത്യേക പരിപാടികളില്ല എങ്കിൽ പോലും അദ്ദേഹം മണ്ഡലത്തിൽ ചെലുത്തുന്ന സ്വാധീനം, PV അൻവറിന്റെ വ്യക്തിപരമായിട്ടുള്ള വോട്ടുകൾ, കഴിഞ്ഞ തവണ ജയിച്ച 2 ടേമിൽ ജയിച്ച PV അൻവറിന് എത്രത്തോളം വോട്ടുകൾ ഇത്തവണ സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ളത് നിർണായകമായി മാറാൻ സാധ്യതയുണ്ട്. ആ സാഹചര്യം ഒക്കെ കണക്കിലെടുത്തായിരിക്കും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവലോകനങ്ങളൊക്കെ കൂടുതൽ ചർച്ചയാകാൻ പോകുന്നത്. നിലമ്പൂരിലെ ആവേശ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ LDF-ന്റെ, UDF-ന്റെയും NDA-യുടെയും പ്രവർത്തകർ നേരത്തെ തന്നെ എത്തി. വലിയ ശബ്ദ കോലാഹലങ്ങൾ, ശബ്ദ പ്രകടനങ്ങൾ, അവിടെ ബാൻഡുണ്ട്, അവിടെ ചെണ്ടമേളമുണ്ട്, മോഡേൺ DJ ഉണ്ട്, എല്ലാം ചേർത്ത് ആഘോഷമാക്കുകയാണ് ഈ പ്രചാരണത്തിന്റെ അവസാന നിമിഷങ്ങൾ. ഏറ്റവും ഒടുവിലത്തെ ദിവസത്തിലും ആരോപണങ്ങളിലും